വിജയന്റെ മകൾ വീണ വിജയൻ മിക്കവാറും അഴിയണ്ണും. അതിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില സുപ്രധാനമായ തെളിവുകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് മുഴുവനും കാണുക. അഴിമതിയുടെയും കോർപ്പറേറ്റ് കൊള്ളയുടെയും ഇത്രയും വ്യക്തമായ തെളിവുകൾ വന്നിട്ടും ഇപ്പോഴും പാർട്ടി ഫാക്ടറികളിൽ നിന്നും വിതരണം ചെയ്യുന്ന ന്യായീകരണ ക്യാപ്സ്യൂളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങി നടക്കുന്ന അടിമക്കണ്ണുകളുള്ള ചിലരുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ സത്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് വല്ലാതെ പൊള്ളും. അവർ വന്നതെന്ന് കുരയ്ക്കും. പക്ഷെ കുരയ്ക്കുന്നവർ കുരയ്ക്കട്ടെ. വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനി വഴി CMRL എന്ന സ്ഥാപനത്തിന് എന്ത് മറിമായ സേവനമാണ് നൽകിയത്? എന്തായിരുന്നു ആ അദൃശ്യ സേവനം? അതിനുള്ള അന്തിമമായ ശാസ്ത്രീയമായ മറുപടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വെറും ആരോപണങ്ങളൊന്നുമല്ല. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO തയ്യാറാക്കിയ ആധികാരിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. പാവപ്പെട്ട സഖാക്കൾ ചാനലുകളിൽ വന്നിരുന്ന് വിഴുങ്ങിയിരുന്ന ന്യായീകരണങ്ങളുടെ അടിത്തറ ഇളക്കുന്ന ആ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നോക്കാം എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്ന്. ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, CMRL എന്ന കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന കമ്പനി നമ്മുടെ കേരളത്തിലെ KSIDCക്ക് 13% ഓഹരി പങ്കാളിത്തമുള്ള വലിയൊരു വ്യവസായ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് സ്വന്തമായി വലിയൊരു IT വിഭാഗമുണ്ട്. അതിനൊരു ഹെഡുമുണ്ട്. എന്നാൽ SFIO അന്വേഷണ സംഘം ഈ IT വിഭാഗം മേധാവിയുടെ അടുത്ത് ചെന്ന് മൊഴിയെടുത്തപ്പോൾ പുള്ളി കൈമലർത്തി കാണിച്ചു. അതായത് വീണ വിജയനോ എക്സാലോജിക് എന്ന കമ്പനിയോ തങ്ങളുടെ സ്ഥാപനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള IT സേവനം നൽകിയതായിട്ട് CMRL IT വിഭാഗം തലവന് ഒരറിവുമില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ IT ഡിപ്പാർട്ട്മെന്റ് അറിയാതെ അവിടെ എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്, എന്ത് IT കൺസൾട്ടൻസി ആണ് വീണ വിജയൻ നടത്തിയത്? ഇനി ഇതിനേക്കാൾ വിചിത്രമായ മറ്റൊരു വസ്തുതയുണ്ട്. അതിലേക്ക് അടക്കാം. എക്സാലോജിക്കിൽ അക്കാലത്ത് ജോലി ചെയ്തിരുന്ന യഥാർത്ഥത്തിൽ സോഫ്റ്റ്വെയർ കോഡിംഗ് ചെയ്യേണ്ട ജീവനക്കാരായ ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, അവരോട് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന കാലയളവിൽ അവരാരും തന്നെ ഇങ്ങനെ CMRLന് വേണ്ടി ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് പ്രൊജക്റ്റോ കൺസൾട്ടൻസിയോ ചെയ്തതായിട്ട് അറിവില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അവർ തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ CMRL എന്ന കമ്പനിയെ കുറിച്ച് അതൊരു ക്ലയന്റ് ആയിരുന്നു എന്നതിനെ കുറിച്ച് അവരാരും അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. സ്ഥാപനത്തിലെ ജീവനക്കാരാണ് പറയുന്നത് ഇങ്ങനെ ഒരു ക്ലയന്റ് ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇവിടെ വീണയുടെ മൊഴിയിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ സേവനങ്ങളാണ് നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ഔദ്യോഗിക ഇമെയിൽ കറസ്പോണ്ടൻസും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ഓർക്കുക, ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ചെറിയ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്താൽ പോലും 100 കണക്കിന് ഇമെയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കാറുണ്ട്. എന്നാൽ ഇവിടെ വീണയോട് SFIO ചോദിക്കുകയാണ്, നിങ്ങൾ ചെയ്ത ജോലിയുടെ ഇമെയിൽ തെളിവുകൾ എവിടെ? ഏതെങ്കിലും തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടന്നിരുന്നുവെങ്കിൽ ചിലതൊക്കെ ഓൺലൈൻ മീറ്റിങ്ങും ബഹുഭൂരിപക്ഷവും നേരിട്ടുള്ള മീറ്റിങ്ങും ആയിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇമെയിൽ കറസ്പോണ്ടൻസ് ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് ഇവരുടെ വാദം. ഏതെങ്കിലും തരത്തിലുള്ള ഇമെയിൽ കറസ്പോണ്ടൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആകെ 90-ലധികം കറസ്പോണ്ടൻസ് മാത്രമാണുള്ളത്. അതെല്ലാം തന്നെ ഈ ഇൻവോയ്സ് റൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പേയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമെയിലുകൾ മാത്രമാണ്. അതല്ലാതെ അവരെ ഏൽപ്പിച്ചിരുന്ന ജോലിയുമായി ബന്ധപ്പെട്ട്, കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇമെയിലും കറസ്പോണ്ടൻസും എക്സാലോജിക്കും CMRLും തമ്മിലോ വീണയും CMRLും തമ്മിലോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. ചുരുക്കി പറഞ്ഞാൽ പണം വാങ്ങാൻ മാത്രമുള്ള ഇമെയിലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ജോലി ചെയ്തതിൻ്റെ യാതൊരു തെളിവും ഡിജിറ്റൽ ലോകത്തില്ല. അപ്പോൾ നമ്മൾ സാധാരണക്കാർ ചോദിച്ചു പോകും, അല്ല ഇവർ കോഡുകളൊക്കെ പേപ്പറിൽ എഴുതിക്കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയായിരുന്നോ എന്ന്. അങ്ങനെ ചോദിച്ചാൽ ഇതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. ഏതെങ്കിലും ഒരു IT കമ്പനി ഇന്ന് ഈ ലോകത്ത് ഇങ്ങനെ ചെയ്യോ? രണ്ടാമത് ഒരു കൺസൾട്ടന്റ് എന്ന നിലയിൽ വീണ CMRL നൽകിയിരുന്ന സേവനങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം. 5 ലക്ഷം രൂപ പ്രതിമാസം വീണയ്ക്ക് വ്യക്തിപരമായോ 3 ലക്ഷം രൂപ എക്സാലോജിക്കിനുമാണ് CMRL പേ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു മാസം 8 ലക്ഷം രൂപയാണ് CMRL വീണയ്ക്ക് നൽകിയിരുന്നത്. അതിന് ആനുപാതികമായിട്ടുള്ള എന്ത് സേവനമാണ് CMRLന് വേണ്ടി ഈ എക്സാലോജിക് കമ്പനിയും വീണ സ്വന്തം നിലയ്ക്കും നൽകിയത് എന്നുള്ളതിനെ കുറിച്ചാണ്
ഇവിടെ SFIO അന്വേഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് 2 മേഖലകളിലാണ് വീണ CMRLന് ഉപദേശം നൽകിയിരുന്നത്. അതിലൊന്ന് IT കൺസൾട്ടന്റ് എന്ന നിലയ്ക്കും രണ്ടാമത് മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന നിലയ്ക്കുമാണ്. ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള കൺസൾട്ടൻസി സർവീസസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് CMRLന്റെ സോഫ്റ്റ്വെയർ എല്ലാം അവരുടെ സിസ്റ്റത്തിൽ വെക്കണം, സെർവറുകളൊക്കെ തന്നെ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ തന്നെ ഒരു എക്സ്റ്റേണൽ കൺസൾട്ടന്റ് ഇല്ല എങ്കിലും ഒരു IT ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഏതൊരു കമ്പനിക്കും അറിയേണ്ടുന്ന പ്രാഥമിക കാര്യങ്ങൾ മാത്രമാണ്. പ്രാഥമികമായിട്ടുള്ള ചില ഉപദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി മാത്രം മാസം തോറും 8 ലക്ഷം രൂപ നൽകി ഒരാളെ കൺസൾട്ടന്റ് ആയിട്ട് നിയമിക്കേണ്ടതുണ്ടോ എന്നുള്ളത് തന്നെ ലോജിക്കലായിട്ടുള്ള ഒരു ഉത്തരമില്ലാത്തൊരു ചോദ്യമാണല്ലോ. ഇനി വീണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ഈ CMRLന്റെ എല്ലാവിധ ഓപ്പറേഷൻസും സ്ട്രീംലൈൻ ചെയ്യുന്നതിന് വേണ്ടി അവരൊരു ERP സിസ്റ്റം വാങ്ങണം എന്നതിനെ കുറിച്ചാണ്. CMRLന്റെ HR കാര്യങ്ങൾ, പേറോൾ കാര്യങ്ങൾ, ഇൻവെന്ററി മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫൈനാൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്ട്രീംലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ERP സോഫ്റ്റ്വെയർ കസ്റ്റം ബിൽഡായിട്ട് ചെയ്യാനാണ് അവർ ആലോചിച്ചത്. അതിന്റെ ഭാഗമായി 2 വർഷം നീണ്ടു നിന്ന ഒരു സമയത്താണ് ഇതിന്റെ ഡിസൈൻസ് ഒക്കെ തന്നെ വീണ ഈ കമ്പനിയെ കാണിക്കുന്നത്. ഇതാണ് അവർ പറയുന്നത്. അതിന്റെ ഡിസൈൻ തീരുമാനിക്കുന്നതിന് വേണ്ടി, അതിന്റെ മൊഡ്യൂൾസ് എന്തൊക്കെയാണ് എന്ന് തീരുമാനിക്കുന്നതിനും വേണ്ടി 2 വർഷം കിട്ടിയിട്ടും അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ തന്നെ വീണ പറയുന്നത് ഈ CMRL എന്ന കമ്പനി ഈ ഒരു എൻഗേജ്മെന്റ് വീണയ്ക്ക് കൊടുക്കുമ്പോൾ പോലും അവർക്ക് ഈ ഒരു ERP സിസ്റ്റം അവിടെ കൊണ്ടുവരുന്നതിനോ അത് ബിൽഡ് ചെയ്യുന്നതിനോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനോ യാതൊരു വിധത്തിലുമുള്ള ധൃതിയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, 8 ലക്ഷം രൂപ വീതം എല്ലാ മാസവും ഇവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ടും അവർക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ഈ ഡിസൈനുകളിലും മൊഡ്യൂളുകളുടെ കാര്യങ്ങളിലും ഒന്നും തന്നെ തൃപ്തിയില്ലാതെ അതെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതിന് വേണ്ടി CMRL റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കോ ഇങ്ങനെയുള്ള ഡിസൈൻ സമർപ്പിക്കപ്പെട്ടതിനോ ഈ മൊഡ്യൂൾസിന്റെ ഡിസൈനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് CMRL ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതിനോ ഒരു തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസും ഇല്ല. ഇതെല്ലാം തന്നെ നേരിട്ടുള്ള മീറ്റിങ്ങുകളിലാണ് ഡിസ്കസ് ചെയ്തിരുന്നത് എന്നാണ് വീണ പറയുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് തെളിവായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് കുറേയധികം കാര്യങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഇമെയിൽ കറസ്പോണ്ടൻസ് അല്ല എങ്കിൽ പോലും അവർ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനും അവരുടെ തന്നെ കമ്പനിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് അതൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് തെളിവുകൾ സമർപ്പിക്കാമായിരുന്നു. അതായത് ഇതൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ എവിഡൻസും അവിടെ കൊടുത്തിട്ടില്ല. ഒരു പ്രൊഫഷണൽ ബിസിനസ് ലോകത്ത് 2 കമ്പനികൾ തമ്മിൽ ഔദ്യോഗികമായി ഒരു കരാറിൽ ഏർപ്പെടുകയും മീറ്റിങ്ങുകൾ നടത്തുകയും ചെയ്യുമ്പോൾ അവിടെ മിനിറ്റ്സ് തയ്യാറാക്കാറുണ്ട്. ആരാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്, എത്ര മണിക്ക് വന്നു, ആരൊക്കെ വന്നു, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു, അടുത്ത റിവ്യൂ എപ്പോഴാണ് എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തും. അത് ഏത് സമയത്താണ് പൂർത്തീകരിക്കുക എന്നും അതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്, അതിന്റെ റിവ്യൂ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ ഈ 2 കമ്പനികളും തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തുന്നതാണ്. എന്നാൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മീറ്റിംഗ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് മിനിറ്റ്സ് പോലും ഒരു ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് കാണിക്കാനായിട്ട് വീണയുടെ പക്കലില്ല എന്നുള്ളതാണ് പ്രധാനം. ചില മീറ്റിങ്ങുകളൊക്കെ തന്നെ ഓൺലൈൻ ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള എവിഡൻസ് ഹാജരാക്കിയിട്ട് ഇതിൽ എങ്ങും തന്നെ പറയുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വീണ തന്നെ പറയുന്നതായിട്ട് SFIO അവരുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നത് ഐ ഡു നോട്ട് ഹാവ് എനി ഡോക്യുമെന്ററി എവിഡൻസ് എന്നാണ്. അതായത് എൻ്റെ പക്കൽ യാതൊരുവിധ ഡോക്യുമെന്ററി തെളിവുകളും ഇല്ല. തെളിവുകളില്ലാതെ വായുവിൽ വെച്ച് നടത്തിയ ഈ IT വിപ്ലവത്തിന്റെ പേരാണ് മാസപ്പടി. അതുപോലെ തന്നെ വീണ ഇങ്ങനെ IT കൺസൾട്ടൻസി, മാർക്കറ്റിംഗ് കൺസൾട്ടൻസി അതിലൊക്കെ ഒരു എക്സ്പേർട്ട് ആയിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സമാനമായിട്ടുള്ള മറ്റ് എൻഗേജ്മെന്റുകളിലും ഈ കമ്പനിയും വീണയും ഒക്കെ തന്നെ ഏർപ്പെടുമായിരുന്നു. എന്നാൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്ക് IT കൺസൾട്ടൻസിയോ മാർക്കറ്റിംഗ് സർവീസസോ വീണയോ എക്സാലോജിക്കോ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി നൺ അപ്പാർട്ട് ഫ്രം CMRL എന്നാണ്. അതായത് CMRLനൊഴികെ മറ്റൊരു കമ്പനിക്കും ഇത്തരത്തിലുള്ള IT കൺസൾട്ടൻസി സേവനങ്ങളോ മാർക്കറ്റിംഗ് സേവനങ്ങളോ നൽകിയിട്ടില്ല എന്നാണ് വീണ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കൂ, CMRL എന്നത് പൊതുമേഖലാ പങ്കാളിത്തമുള്ള ഫൈനാൻഷ്യൽ ബേസ് സ്ട്രോങ് ആയ ഒരു സ്ഥാപനമാണ്. അങ്ങനെയുള്ളൊരു കമ്പനിക്ക് ഏറ്റവും മികച്ച IT കൺസൾട്ടൻസി ലഭിക്കുന്ന, ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകാവുന്ന ഒരു സ്ഥാപനവുമായി ഇത്തരത്തിലുള്ളൊരു കരാറിൽ ഏർപ്പെടാവുന്നതാണ്.
അവിടെ യാതൊരു വിധത്തിലുമുള്ള മുൻപരിചയവും ഈ മേഖലകളിൽ ഇല്ലാത്ത, എഡ്യൂക്കേഷൻ സെക്ടറിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും വേണ്ടി മാത്രം സേവനം നടത്തുന്ന ഒരു കമ്പനിയെ അവർ സമീപിക്കുകയും മറ്റൊരു തരത്തിലുള്ള IT കൺസൾട്ടൻസിയും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി ട്രാക്ക് റെക്കോർഡും ഇല്ലാത്തൊരു കമ്പനിയെ ഇത്ര ഭാരിച്ച തുക പ്രതിമാസം ഒരു സേവനവും നൽകാതെ കൊടുത്തുകൊണ്ട് CMRL അവരെ കരാറിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് തന്നെ സംശയാസ്പദമാണ്. ഇതിൽ സംശയിക്കാതിരിക്കാൻ യാതൊരു കാരണവും ഇല്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ എവിഡൻസ് ഒന്നും ഉണ്ടാക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ വീണ കൊടുക്കുന്ന മറുപടിയും വളരെയേറെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനുകളെല്ലാം തന്നെ ക്ലയന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. CMRL നേരിട്ടുള്ള മീറ്റിങ്ങുകൾ, പേഴ്സണൽ ഇന്ററാക്ഷൻസ്, അതൊക്കെ തന്നെയാണ് ഇവർ ഇമെയിൽ കറസ്പോണ്ടൻസിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്തിരുന്നത് എന്നും അതിലായിരുന്നു അവർ കംഫർട്ടബിൾ എന്നും ഒക്കെയാണ് വീണ പറയുന്നത്. ഏത് വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിനാണ് അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ മതി, നമുക്കൊന്നും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് വേണ്ട എന്ന രീതി തീരുമാനിച്ച് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്കറിയാൻ വയ്യ. സത്യമായിട്ടോ എനിക്കത് ചിന്തിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇത് കേട്ട് വിശ്വസിക്കുന്നവരും ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുന്നവരെയാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത്. എന്തായാലും CMRL തന്നെ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിരുന്ന ആളിന് വീണ വിജയനോ എക്സാലോജിക്കോ എന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതായിട്ട് യാതൊരു അറിവുമില്ല. വീണയുടെ സ്ഥാപനത്തിലുള്ള മൊഡ്യൂൾ ഡിസൈനോ ഒക്കെ ചെയ്യേണ്ടുന്ന ആൾക്കാരായിട്ടുള്ള ഡെവലപ്പേഴ്സിന് അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഈ SFIO റിപ്പോർട്ടിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഇതുകൂടാതെ ഇതിന് അവസാനം ഈ 2 വർഷത്തെ എഫേർട്ടിന് ശേഷം ഈ ഒരു കസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് ഒരു ERP സോഫ്റ്റ്വെയർ നിർമ്മിക്കാനായിട്ട് എക്സാലോജിക്കോ വീണയോ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. തുടർന്ന് ഇത് മറ്റൊരു കമ്പനിയെ അവർ ഏൽപ്പിക്കുന്നു. അങ്ങനെ മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുമ്പോൾ IT സേവനങ്ങൾ അവർ നൽകുന്നുണ്ട്, അതിന് ഡിജിറ്റൽ എവിഡൻസും ഉണ്ട്. ആ രണ്ടാമത് വന്ന കമ്പനി കൃത്യമായി IT സേവനങ്ങൾ നൽകി, അതിന് കൃത്യമായ ഡിജിറ്റൽ തെളിവുകളും ഉണ്ട്, ഇമെയിലും ഉണ്ട്, കോഡുകളും ഉണ്ട്. എന്നാൽ അവർക്ക് CMRL നൽകിയ പ്രതിഫലം ഈ വീണയുടെ കമ്പനിക്ക് കൊടുത്തതിൻ്റെ എത്രയോ താഴെയാണ്. അതുമായി താരതമ്യം ചെയ്യാൻ പോലും കൊള്ളില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. എന്തായാലും പണിയെടുത്ത കമ്പനിക്ക് തുച്ഛമായ പൈസയും ഒരു പണിയും എടുക്കാത്ത, ഒരു തെളിവും കാണിക്കാനില്ലാത്ത മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കോടികളും. അതുകൊണ്ട് തന്നെ ഇതൊരു അനാവശ്യമായിട്ടുള്ളൊരു ഇടപാടായിരുന്നു, അതൊരു ഫേക്ക് എക്സ്പെൻസ് ആയിരുന്നു എന്നുള്ള SFIയുടെയും ഇപ്പോൾ EDയുടെയും കേസ് അതിനെ കൂടുതൽ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. ഇപ്പോഴും വീണയുടെ മാസപ്പടി കേസിൽ നിങ്ങൾ ക്യാപ്സ്യൂളുകൾ വിഴുങ്ങുന്നുണ്ടെങ്കിൽ നമോഭാഗം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. CMRL എന്തൊക്കെ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നിങ്ങൾക്കറിയോ? അതിലൊന്ന് പവർ ബിൽഡറാണ്, മറ്റൊന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസാണ്, ഇനിയൊന്ന് ടാലിയാണ്. ഈ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ തന്നെ വേഡ്, എക്സൽ, ഔട്ട്ലുക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു ഓഫീസിലെ ജീവനക്കാർക്ക് വേഡും എക്സലും ഉപയോഗിക്കാൻ കൺസൾട്ടൻസി നൽകാനാണോ മാസം 8 ലക്ഷം രൂപ വെച്ച് കോടികൾ തട്ടിയത്? ടാലിയും MS ഓഫീസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നാട്ടിൽ ആരെങ്കിലും ഇത്രയും വലിയ തുക കൊടുക്കൂ? എന്തായാലും അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ ഒന്നും അഡീഷണൽ ഡെവലപ്മെന്റിനോ മെയിൻ്റനൻസിനോ അതിനൊന്നും വേണ്ടി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഈ 8 ലക്ഷം രൂപ പ്രതിമാസം വാങ്ങുന്നവർ ഒന്ന് കൈവെക്കണേ. അങ്ങനെ എനിക്കൊരു വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് കണ്ടിട്ട് വിഴുങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ 8 ലക്ഷം രൂപ വാങ്ങുന്നവർ, അത്യാവശ്യം കമ്പ്യൂട്ടർ പരിചയമുള്ള ഏതൊരു മലയാളിക്കും അറിയാം ഇതൊക്കെ തള്ളാണോ യാഥാർത്ഥ്യമാണോ എന്ന്. ഇനി വീണയെ എന്നാണ് EDയും SFIയും പൊക്കിക്കൊണ്ട് പോകുന്നത് എന്നറിയാനാണ് ഒരു തിടുക്കം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വീണയുടെ സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും കാണാം. നന്ദി.